പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാവർത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണത്തിൽ ഓരോ ഇന്ത്യക്കാരുടെ ഉള്ളിലും പ്രതിഷേധം അലയടിക്കുന്നുണ്ടെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം അറബിക്കടലിൽ നാവികസേന വീണ്ടും സൈനിക അഭ്യാസം നടത്തി. പാകിസ്ഥാന്റെ ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ നാവികസേന തയ്യാർ. വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായ വിശാഖപട്ടണം, കൊൽക്കത്ത തുടങ്ങി ഡിസ്ട്രോയർ ക്ലാസ് യുദ്ധക്കപ്പലുകളും നീൽഗിരി ക്ലാസ് അടക്കമുള്ള ഫ്രിഗേറ്റ് യുദ്ധക്കപ്പലുകളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തു. ആയുധങ്ങളും കപ്പലുകളും യുദ്ധസജ്ജമാക്കി നിർത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അഭ്യാസ പ്രകടനം നടന്നത്. ഇത്തവണ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിന് പിന്നിലുള്ളവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് ആവർത്തിച്ചു. രാജ്യം ഒറ്റക്കെട്ടാണ്. ഭീകരവാദത്തിനെതിരായി എല്ലാവരുടെയും രക്തം തിളയ്ക്കുകയാണ്. भारत के हम लोगों में जो आक्रोश है वो आक्रोश पूरी दुनिया में है. इस आतंकी हमले के बाद लगातार दुनिया भर से संवेदनाएं आ रही है. मैं पीड़ित परिवारों को फिर भरोसा देता हूं, उन्हें न्याय मिलेगा, न्याय मिलकर रहेगा. ലോകരാജ്യങ്ങൾ ഈ പോരാട്ടത്തിൽ പിന്തുണ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും മോദി പറഞ്ഞു. ഇന്ത്യ വിസ റദ്ദാക്കിയതിനാൽ പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ പാക് പൗരന്മാർക്ക് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. യുദ്ധം ചെയ്ത് ഇന്ത്യയെ തോൽപ്പിക്കാമെന്ന് വ്യാമോഹിക്കുന്ന പാകിസ്ഥാൻ നേതാക്കൾക്ക് ആയുധബലത്തിന്റെ ചെറിയൊരു സാമ്പിളാണ് അറബിക്കടലിൽ നാവികസേന കാണിച്ചു കൊടുത്തത്. ഡൽഹിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.